കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു സംഭവമാണ്. അപ്പോസ്തലനായ പത്രോസിനെ ഹെരോദാവ് പിടിച്ച് തന്നെ കൊന്നുകളയേണ്ടതിനായിട്ട് കാരാഗൃഹത്തിലിട്ടു. 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പേ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. എന്നെ കേൾക്കുന്ന അനുഗ്രഹീതരായ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു: കാരാഗൃഹത്തിൻ്റെ വാതിലുകളെ തുറന്ന് അപ്പോസ്തലനായ പത്രോസിനെ അവൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളെ പൊട്ടിച്ച് ദൈവദൂതൻ അവനെ പുറത്തു കൊണ്ടുവന്നു. രാത്രിയിൽ, അർദ്ധരാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നു. കാരാഗൃഹത്തിൽ ഒരു വലിയ പ്രകാശം ഉണ്ടായി. ഇരുളിൻ്റെ മണ്ഡലത്തിൽ കിടന്ന പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ച് പറയുകയാണ്: എഴുന്നേൽക്കുക, യാത്ര ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, അനേകരും ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ബന്ധിക്കപ്പെട്ടവരായി പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ആത്മാവ് ഇന്ന് നിങ്ങളെ നോക്കി വിളിച്ചു പറയുക: എഴുന്നേൽക്കാൻ തയ്യാറായി മാറിയാൽ വാതിലുകളെ കർത്താവ് തുറക്കാനായിട്ട് പോകുകയാണ്. നമ്മുടെ കരങ്ങളിൽ ദൈവം അധികാരത്തിൻ്റെ താക്കോലുകൾ തന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രഖ്യാപനം കാണുന്നുണ്ട്. യേശു കർത്താവ് ചോദിച്ചു: എന്നെക്കുറിച്ച് ജനം എന്തു പറയുന്നു? പലരും പലതും പറയുന്നുണ്ട്. ചിലർ യിരെമ്യാവ്, യെശയ്യാവ്, യോഹന്നാൻ സ്നാപകൻ്റെ ആത്മാവോടെ വന്നവൻ എന്നൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഞങ്ങൾ കേട്ടുവെന്ന് ശിഷ്യഗണങ്ങൾ പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നു: നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോസ്തലനായ പത്രോസിൻ്റെ മറുപടി: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ പ്രസ്താവനയുടെ നടുവിൽ കർത്താവ് തന്നോട് പറയുന്നൊരു കാര്യമാണ്: പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കരങ്ങളിൽ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തന്നിരിക്കുകയാണ്. താക്കോൽ കരങ്ങളിൽ പ്രാപിച്ചവൻ, ദ കിങ്സ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവൻ, അത് ജീവിതത്തിൽ പ്രാപിച്ചെടുത്തവൻ കാരാഗൃഹത്തിൻ്റെ ഉൾത്തടങ്ങളിൽ കിടന്ന് മരണത്തെ കാത്തുകിടക്കുമ്പോൾ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് പറയുക: എഴുന്നേൽക്ക്, നിന്റെ ചെരുപ്പിട് അര കെട്ടിമുറുക്കി എൻ്റെ പിന്നാലെ വരിക. നിന്റെ കരങ്ങളിൽ താക്കോലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അധികാരത്തിൻ്റെ താക്കോൽ ദൈവം തന്നിരിക്കുക. ചില ചങ്ങലകളെ പൊട്ടിക്കുന്ന താക്കോൽ, 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും തുറക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ താക്കോൽ കാരാഗൃഹ പ്രമാണിയുടെ കയ്യിലല്ല ഇരിക്കുന്ന പത്രോസൻ, നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ താക്കോൽ നീ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടാനായിട്ട് പോകുകയാണ്. പലരുടെയും ജീവിതത്തിൽ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി, ഭാരത്തോടെ നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്: താക്കോലുമായി ഉറങ്ങരുത് കേട്ടോ. ചില നിക്ഷേപങ്ങളുടെ താക്കോലുകൾ, ചില അധികാരത്തിൻ്റെതായ വാതിലുകൾ തുറക്കുന്ന താക്കോലുകൾ നിങ്ങളുടെ കയ്യിലിരിക്കെ മരണം കാത്തു കിടക്കുന്ന പ്രിയരെ, എഴുന്നേൽക്ക്, വാതിലുകൾ തുറക്കാനായിട്ട് പോകുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സ്വർഗം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കെ വിശ്വാസത്തോടെ അത് ഉപയോഗിച്ചുകൊണ്ട് ചില വാതിലുകളെ തുറന്ന്, ചില പ്രതികൂലങ്ങളെ തുറന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. നാളത്തെ പകലിൽ അവനെ കൊന്നുകളയുമെന്ന് പറയുന്നതായ ഹെരോദാവിൻ്റെ അധികാരങ്ങളുടെ മുമ്പിൽ, അത് കാത്തു നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിൽ അന്ന് അർദ്ധരാത്രിയിങ്കൽ വാതിലുകളെ തുറന്ന് സ്വർഗം അവനെ പുറത്തു കൊണ്ടുവന്നു. അവൻ്റെ മേലുള്ളതായ അധികാരത്തെ സ്വർഗം ചലിപ്പിക്കുകയായിരുന്നു. ഈ രാത്രികളിലും ഈ പകലുകളിലും ചിലരുടെ മേലുള്ള അധികാരത്തെ സ്വർഗം ചലിപ്പിക്കാനായിട്ട് പോകുക. അധികാരത്തോടെ മുമ്പോട്ട് പോകാം, പുറത്തു വരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.